ഇടത് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ഉറ്റുനോക്കുന്ന ഘടകങ്ങൾ, സാമ്പത്തിക നിലപാടുകൾ, അതിനോടൊക്കെ തന്നെ ഏത് രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഇതാണിപ്പോൾ നമ്മൾ തേടുന്നത്. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ചേരുന്നു. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ നേരത്തെ സംസാരിച്ച സാമ്പത്തിക വിദഗ്ധരൊക്കെ സൂചിപ്പിച്ചത് ഈ സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതി, അതിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു ഈ അവലോകന റിപ്പോർട്ട്, ഇക്കണോമിക് സർവേ. അവിടെയൊക്കെ തന്നെ പല ഘടകങ്ങൾ ആഭ്യന്തര ഘടകങ്ങളായി പ്രതികൂല സാഹചര്യത്തിലേക്ക് വരുന്നു. ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള പല ഇടപെടലുമൊക്കെ താങ്കളുടെ ഒരു വീക്ഷണത്തിൽ, കാഴ്ചപ്പാടിൽ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ, കാരണം ജനകീയങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പൊളിച്ചെഴുത്ത് തേടുന്ന ഒരു ഘട്ടമാണിത്. വിലക്കയറ്റമടക്കം പല സാഹചര്യങ്ങളിൽ പക്ഷേ വരുന്നു. സ്ത്രീ സുരക്ഷയടക്കം ഏറ്റവും പ്രധാന ഘടകമായി വരുന്നു. ഈ ഘട്ടത്തിൽ സർക്കാരിന് മുന്നിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊപ്പം സാമ്പത്തിക ഏകീകരണം മുഖ്യ ഘടകമായി വരുന്നു. ഇങ്ങനെ പല വെല്ലുവിളികളൊക്കെ തന്നെ നേരിടുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ബഡ്ജറ്റ് വരാൻ പോകുന്ന ഒരു മുഖമുദ്ര, സൂചനകളായി നൽകാൻ കഴിയുന്നത്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ നയപരിപാടികൾ, കേരളത്തിൻ്റെ തന്നെ നയപരിപാടികൾ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ കൈക്കൊണ്ട ചില നയപരിപാടികൾ, ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായിട്ട് ബാധിക്കത്തക്ക രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അത് മാത്രവുമല്ല, പ്രകൃതിദത്തമായിട്ട് തന്നെ പ്രകൃതി തന്നെ എന്തോ ഒരു, അതായത് തെക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷവും വരൾച്ചയായിരുന്നു, ഈ വർഷം അതിനേക്കാൾ കടുത്ത വരൾച്ചയായി. അപ്പോൾ രണ്ട് വരൾച്ചാ വർഷങ്ങൾ അടുത്തു വരിക. 2013 മുതൽ കേരളത്തിൽ ധനപ്രതിസന്ധി കടുത്ത രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ബാക്കി പത്രമായിട്ട് ഒരു പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിന് ഇപ്പോൾ 8 മാസമാണ് ഭരിക്കാൻ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ 8 മാസമാണ് കിട്ടിയിരിക്കുന്നത്. 8 മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ, ഡിമോണിറ്റൈസേഷൻ, വരൾച്ച, അതുപോലെ തന്നെ KAS-ൻ്റെ മെല്ലെപ്പോക്ക്, ഇങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ടാണ് ഗവൺമെൻറ് മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റിൽ നടത്തിയ വാഗ്ദാനങ്ങളിൽ പലതും സാധ്യമാക്കാൻ, അതായത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. ചിലതിലേക്കൊക്കെ ഫണ്ട് വിനിയോഗിച്ചു. അതിൻ്റെയൊക്കെ അനുരണനമാണ് നമ്മൾ കാണുന്ന പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ. സെപ്റ്റംബർ വരെ അത് 27%. അതിനുശേഷം ഇപ്പോൾ അത് 42%, 48% എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പ്ലാൻ യൂട്ടിലൈസേഷൻ ഒട്ടുമേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വളരെ മോശമായിരുന്നു പ്ലാൻ ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനിൽ. അപ്പം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ സാവകാശമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നൊക്കെയുള്ളതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പക്ഷേ അത് ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇതിനൊക്കെ ജനങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഭരിക്കുന്ന, അതായത് ഭരണകൂടത്തോട് ചേർന്ന് നിന്ന് ഇതൊക്കെ നടപ്പാക്കേണ്ടവരുടെ സപ്പോർട്ട്, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണം തുടങ്ങി അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതമാണ്, അതുകൊണ്ട് അത് എത്രയും നേരത്തെ തീർപ്പാക്കുക, അതാണ് ആ വ്യക്തിയോട് ചെയ്യാൻ പറ്റുന്ന നീതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ നീതി ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കണ്ടു ജീവനക്കാർ വലിയ ഒരളവ് വരെ പുറകോട്ട് പോയി. അപ്പോൾ അവരോട് കർക്കശ്യത്തോടു കൂടി തന്നെ, അതായത് ഓരോരുത്തരും കമ്മിറ്റ്മെൻറ്റോടുകൂടി അവനവൻ്റെ ദൗത്യം നിർവഹിക്കണം എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രിയെ തന്നെ കളിയാക്കുന്ന തരത്തിലായി സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ. അതായത് ജീവനക്കാരുടെ ഒരു വിശ്വാസം, ഈ നാട് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് ശമ്പളവും സൗകര്യങ്ങളും തരുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ജനങ്ങളെ ഈ ഗവൺമെൻറ് എന്ന ഒരു രീതിയിൽ ഒരു കാഴ്ചപ്പാട് അവരെടുത്തു. അതൊക്കെ തീർച്ചയായിട്ടും വലിയ തെറ്റാണ്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന, അതായത് ഇൻഡിപെൻഡൻസ് വിളിച്ചു പറയുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് നിന്നല്ല, അദ്ദേഹം റേഡിയോയുടെ മുൻപിൽ തീർച്ചയായിട്ടും നിന്നുകൊണ്ട് തന്നെയാണ് പ്രസ്താവിക്കുന്നത്, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും എളിയ ആദ്യത്തെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ സ്വതന്ത്രമായ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അപ്പം ഭരിക്കുന്ന ഓരോരുത്തരും ഭരണീയരുടെ ദാസനാണ് എന്ന ചിന്ത, ആ ചിന്തയില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കഴിഞ്ഞ 8 മാസമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും ധനമന്ത്രിക്ക് വളരെ ശക്തമായ നടപടികളുമായിട്ട് മുൻപോട്ട് വരണം. അതുമാത്രമല്ല, രണ്ടാമത്തെ ബജറ്റ്, പൂർണ്ണ ബജറ്റ് എന്ന രീതിയിൽ
ശക്തമായ നടപടികൾ ധനമന്ത്രിക്ക് എടുക്കാൻ കഴിയും. അദ്ദേഹത്തിനെ ഒരു തരത്തിൽ ആരും തന്നെ അതിനെ പിന്നോട്ട് വലിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ആ ശക്തമായ നടപടികളാണ് ഈ ബജറ്റ് വഴി ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ കെ എൻ ഗംഗാധരൻ, അതായത് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ നോട്ട് നിരോധനം എന്ന ദേശീയ നയപരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഘടകങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് അത് വലിയ തോതിൽ നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു വസ്തുത തന്നെയാണ്. സർക്കാരിന് മുന്നിൽ ഒരു പക്ഷേ പല പദ്ധതികളെ അടക്കം ഒരു പക്ഷേ മന്ദഗതിയിലേക്ക് എത്തിച്ച ഒരു ഘടകം തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് ചില പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഇച്ഛാശക്തികൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന പല ഘട്ടങ്ങളും ഒരുപക്ഷെ നമ്മൾ മൂലം ഒരുപക്ഷെ ഇടപെടലിലൂടെ ചില പാളിച്ചകൾ ഉണ്ടായി. അതൊരു സ്വയം വിമർശനമായി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ കണക്കുകൾക്കും അപ്പുറത്തേക്ക് ഒരു കാര്യമാണ്. അതാണ് ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ചത്. ഇതൊക്കെ ഈ പറയുന്ന ആഭ്യന്തര ഘടകങ്ങൾക്കും അപ്പുറത്തേക്ക് സ്വയം വിമർശനം എന്ന തലത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് കൂടി താരതമ്യം ചെയ്യുമ്പോൾ പല പദ്ധതികളും നടപ്പാകാതെ പോയതിന് പിന്നിൽ ഒരംശമായിട്ടെങ്കിലും ഇത്തരം പൊളിറ്റിക്കൽ ഇച്ഛാശക്തിയൊക്കെ തന്നെ ഒരു പ്രതികൂല സാഹചര്യങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏൽക്കേണ്ടതല്ലേ? ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് പദ്ധതികളുടെ നിർവഹണമാണ്. തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ തരത്തിൽ പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പദ്ധതി നിർവഹണം അത് ഞാൻ പല കാര്യങ്ങളിലും ഡോക്ടർ മേരി ജോർജുമായിട്ട് വിയോജിപ്പ് ഉണ്ടെങ്കിലും യോജിക്കുന്നൊരു കാര്യം പറഞ്ഞത് പദ്ധതി നിർവഹണത്തിലുണ്ടാകുന്ന മന്ദഗതി. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇക്കൊല്ലത്തെ പദ്ധതി ഒരു വൻ രീതിയിലുള്ള പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഏതാണ്ട് 26,500 കോടി രൂപയുടെ മുതൽ മുടക്ക് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടി ഉൾപ്പെടുമ്പോൾ 34,538 കോടി രൂപ മൊത്തം നിക്ഷേപിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ഈ തുക നിക്ഷേപിക്കുമ്പോൾ സാധാരണഗതിയിൽ തുടർന്ന് വരുന്ന ഒരു രീതിയുണ്ട്. മാസങ്ങളെടുക്കും പ്രോജക്റ്റുകൾക്ക് അംഗീകാരം കൊടുക്കാൻ. അവസാനം അത് നടപ്പാക്കുമ്പോൾ മാർച്ച് മാസം ആയിട്ടുണ്ടാവും. മാർച്ച് മാസം ആയി കഴിയുമ്പോൾ ധൃതി വെച്ച് എന്തെങ്കിലുമൊക്കെ നടപ്പാക്കുകയും ഈ പ്ലാൻ്റെ നടപ്പാക്കൽ തന്നെ ഒരു അപഹാസ്യമാക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന രീതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർക്കാർ ഇപ്രാവശ്യം വളരെ കർശനമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാർച്ച് 31 മുമ്പ് തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ 13ാം പദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ ചില ചർച്ചകളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. DPCയിൽ ഒരു അംഗമെന്ന നിലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാർച്ച് 31 മുമ്പ് തന്നെ അവിടെ ഡോക്ടർ കെ എൻ ഗംഗാധരൻ, താങ്കൾ സൂചിപ്പിക്കുന്നത് ഒരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പാളിച്ച അതിന്റെ ഹേതു എവിടെയാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാർച്ച് 31 മുമ്പ് തന്നെ പദ്ധതി രൂപീകരണം പൂർത്തിയാക്കണമെന്നുള്ളതാണ്. പദ്ധതി നടപ്പാക്കൽ ഏപ്രിൽ 1 മുതൽ പദ്ധതി നടപ്പാക്കൽ തുടങ്ങണം. അതിപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടി ധൃതി വെച്ച് പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളായി തന്നെ നിലനിർത്താതെ പരിഹാരം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സെപ്റ്റംബർ മാസം, അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യം. സെപ്റ്റംബർ മാസത്തിലാണ് പദ്ധതി രൂപീകരണത്തിൻ്റെ അന്തിമമായിട്ടുള്ള രൂപം കൈവരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സൂചിപ്പിച്ച പോലെ മാർച്ച് മാസത്തിലായിരിക്കും നടപ്പാക്കാൻ തുടങ്ങുന്നത്. അത് പോരാ. അവസാനത്തെ ഒരു 3 മാസം ഇത്ര തുകയെ അവശേഷിക്കാൻ പാടുള്ളൂ, അവസാനത്തെ മാസം ഇത്ര തുകയെ പാടുള്ളൂ എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വലിയൊരു ഗുണപരമായിട്ടുള്ള മാറ്റം. കാരണം വലിയ പദ്ധതി ഇപ്പോൾ നമ്മൾ പിന്തുടർന്ന രീതി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അതിന് വേണ്ടത്ര തുക വകയിരുത്താതിരിക്കുക, പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ തന്നെ വളരെ കാലതാമസത്തോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ വികസനം സാധ്യമല്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ഒരുപക്ഷെ ഈ താങ്കൾ കൂടി ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗവാക്കാകുന്നത് കൊണ്ട് കഴിഞ്ഞ ഒരു സർക്കാരിൻ്റെ കാലത്ത്, UDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞത് ഒരു താളം തെറ്റിയ സമ്പദ്ഘടനയാണ്. അവിടെ ഉള്ള പാളിച്ചകൾ സർക്കാർ വരുത്തി ഒരുപക്ഷെ പൊതുകടമൊക്കെ ഒരുപക്ഷെ കടമെടുക്കലൊക്കെ പരിശോധിക്കുന്നു, വരവും ചെലവും ഒരുപക്ഷെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയത് നയപരമായ രീതിയിൽ കഴിഞ്ഞ സർക്കാർ വരുത്തിയ വീഴ്ച. അതിനുശേഷം ഒരു ഇടക്കാല ബജറ്റാണ്, പരിമിതികളുണ്ട്. അതിനുശേഷം ഇത്ര ഘട്ടം വരുന്നു.
ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇത് റെക്ടിഫൈ ചെയ്യാൻ ഇച്ഛാശക്തിയോടുകൂടി അത്തരം വിമർശനങ്ങളെ കാര്യപ്രാപ്തിയോടുകൂടി അഡ്രസ്സ് ചെയ്ത് ഒരു ആ താളപ്പിഴിയിൽ ചെറിയ അംശമെങ്കിലും തിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യം തന്നെയല്ലേ. ആ തിരുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 13ാം പദ്ധതിയുടെ ഇത് ഏപ്രിൽ 1 മുതൽ തുടങ്ങണം എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനവും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളും ആ തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിയും? തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, പ്ലാനിന്റെ അവസാന ക്വാർട്ടർ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിനെ 4 ക്വാർട്ടറായിട്ട് തിരിച്ചാൽ അവസാന ക്വാർട്ടർ ഒരു 15% കൂടുതൽ ചെലവഴിക്കാൻ അനുവദിക്കില്ലെന്ന്. അപ്പം അത് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്. അത് കമ്മിറ്റ്മെൻറ്റോട് കൂടി ആദ്യത്തെ ക്വാർട്ടർ മുതൽ ചെലവഴിക്കണം എന്ന രീതിയിൽ. എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുമുള്ളൂ. പക്ഷേ ഈ സിസ്റ്റം ഇവിടെ നേരത്തെ മുതലുണ്ട്. ഇവിടെ പ്ലാനിങ് തുടങ്ങിയ കാലം മുതലുള്ള സിസ്റ്റമാണ്. അന്ന് ആ സിസ്റ്റം എന്ന് വെച്ചാൽ ആദ്യത്തെ ക്വാർട്ടറിൽ 10%, കാരണം ഈ പ്ലാൻ പിന്നെ പദ്ധതി രൂപരേഖ അതിൻ്റെ സാങ്ഷനിങ് ഇങ്ങനെയൊക്കെയുള്ള കാലതാമസം ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഒരു ക്വാർട്ടറിൽ 10%, പിന്നത്തെ 3 ക്വാർട്ടറിൽ 30% വീതം ഫണ്ട് വിനിയോഗിക്കുക. അങ്ങനെ മാർച്ച് ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് ഇതാണ് നിലവിലിരിക്കുന്ന പിന്നെ സിസ്റ്റം. പക്ഷേ ഈ സിസ്റ്റം ഒരു ഗവൺമെൻറ്റും, ഇടതുപക്ഷ ഗവൺമെൻറ് ആകട്ടെ വലതുപക്ഷ ഗവൺമെൻറ് ആകട്ടെ, സാറ്റിസ്ഫൈ അതിപ്പോൾ അത് ഗവൺമെൻറ് പിന്നെ അത് പാലിച്ചില്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാനൊക്കില്ല. ഒരു ഗവൺമെൻറ്റിന് പറയാം. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, തൊഴിലാളി രീതി അനുസരിച്ച് മുഷ്ടി ചുരുട്ടി ഒന്നും പറയാനൊക്കത്തില്ല. അതായത് നിങ്ങൾ ചെയ്യണം. അപ്പം അത് അവരിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ് ഈ കമ്മിറ്റ്മെൻറ്റ്. അതായത് ഞങ്ങൾ ശമ്പളം പറ്റുന്നു, ഈ നാട്ടിലെ ദാസന്മാരാണ്, ഞങ്ങൾ നന്നായി ജോലി ചെയ്യണം. അതായത് ഇംപ്ലിമെന്റേഷനിൽ വലിയൊരു വലിയ വീഴ്ച, അതായത് അത് കഴിഞ്ഞ സർക്കാർ വരുത്തിയതെന്ന് അല്ല കഴിഞ്ഞ സർക്കാരിന്റെ അല്ലെങ്കിൽ പാളിച്ചെന്ന് ഇവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഒരു കാരണവും. കാരണം ഇത് ഇവിടെ പ്ലാനിങ് തുടങ്ങിയ കാലം മുതൽ ഈ 4 ക്വാർട്ടറിലായിട്ട് ഇങ്ങനെ ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഇതൊക്കെ നന്നായി പഠിച്ചതാണ്. പ്ലാനിംഗ് ബോർഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ പഠിച്ചത്. അപ്പം അന്ന് മുതലേ ഈ സിസ്റ്റം ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും പറ്റിയിട്ടില്ല. ഡോക്ടർ കെ എൻ ഗംഗാധരൻ, അവിടെ ആരാണ് ഒരു പക്ഷേ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരു സാമ്പത്തിക ഒരു വിദഗ്ധൻ എന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആ ഒരു ഉദ്യോഗസ്ഥ വിഭാഗത്തെ അത് കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയാതെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലെ കാലതാമസത്തിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കാരണം കൂടെ ഞാനും പറഞ്ഞുതരാം അതിനകത്ത്. അതായത് ഈ നേരത്തെ ഗംഗാരൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഫണ്ട്, അതായത് സർക്കാർ ഖജനാവിലേക്ക് വരുമാനം, നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും വന്നാൽ മാത്രമേ പദ്ധതി സാങ്ഷനായി എല്ലാം കൃത്യമായാൽ പോലും ഫണ്ട് വിനിയോഗിക്കാൻ പറ്റൂ, അങ്ങോട്ട് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇവിടെ കാലതാമസം ഉണ്ടാകുന്നു. അതായത് ആദ്യത്തെ 5-6 മാസങ്ങൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഉത്സവ സീസൺ, അതായത് ഓണം സീസൺ വരുമ്പോഴത്തേക്ക് നികുതി വരുമാനത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് മന്ദഗതിയിൽ, പിന്നെ അത് GKSFന്റെ കാലമാകണം. പിന്നെ അവസാനം കൃത്യമായിട്ട് ഖജനാവിലേക്ക് പണം ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളാകുന്നു. ഞാൻ പറയുന്നത് ഈ പ്രോജക്റ്റുകളും അതിൻ്റെ നിർദ്ദേശങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അതിനുള്ള ഫണ്ട് വേണം. ഇപ്പോൾ പിന്നെ ധവളപത്രത്തിൽ അതൊരു പ്രധാനപ്പെട്ട രേഖയായിരുന്നു ധവളപത്രം. അതിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബജറ്റിൽ നിർദ്ദേശിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങനെ നിർദ്ദേശിക്കുകയും പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്താതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം കൃഷിക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ കൃഷിക്ക് അത്രയും തുക വകയിരുത്തണം. അല്ലാതെ ഞാൻ വകയിരുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കുകയും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും. അതായത് പ്രദീപ്, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞല്ലോ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ, അതായത് സപ്ലിമെന്ററി ബജറ്റ് എന്ന് പറഞ്ഞ് ബജറ്റിന്റെ തന്നെ അതായത് അല്ല, അതിന്റെ ആ നിജസ്ഥിതിയും സത്യസന്ധതയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടത്തക്ക രീതിയിൽ അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോർപിഡോ ചെയ്യുന്ന രീതിയിലാണ് അസംബ്ലിയിൽ സപ്ലിമെന്ററി ബജറ്റ് വരിക. അത് വളരെ അനാവശ്യമായ തന്നെ തകർക്കുന്ന രീതിയിലുള്ള അതായത് അത് മിക്കവാറും ബ്യൂറോക്രസി വഴിയായിട്ടായിരിക്കും വരുന്നത്. ഒരുപക്ഷെ 2014 വാങ്ങിച്ച ഒരു വണ്ടി 16 ആയപ്പോഴത്തേക്ക് മാറ്റണമെന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് തോന്നിയാൽ അത് കുറേ ആവശ്യങ്ങളുടെ കൂടെ ഇതും കൂടി തിരികെ ഇത് പാസ്സാക്കി എടുക്കുക.
കാരണം ഇത് അങ്ങനെ അങ്ങനെ വളരെ ടാക്റ്റ്ഫുള്ളായിട്ട് ഫണ്ട് ദുർവിനിയോഗം ചെയ്യത്തക്ക രീതിയിലുള്ള സപ്ലിമെന്ററി ബഡ്ജറ്റ്സ് വരാറുണ്ട്. തീർച്ചയായും ബഡ്ജറ്റ് കേരളം കാതോർക്കുന്ന ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്ക് അതിന്റെ ഓരോ ചലനങ്ങളിലേക്ക് കടക്കുന്നു. മടങ്ങിയെത്താം ഷീജ. ശ്രീ KVS ഹരിദാസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ KVS ഹരിദാസ്, ഇവിടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് അത്ഭുതപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല. കാരണം അത്ര രീതിയിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തുടർന്ന് വരുന്ന ഒരുപക്ഷെ സാമ്പത്തിക മുരടിപ്പ് അത് തുടരുന്നു. അതിനേക്കാൾ ഉപരി നവംബർ 8-ന് ശേഷം ഉണ്ടാക്കിയ ഒരു ആഘാതം അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കപ്പെടുന്നത്. ധനമന്ത്രി സാമ്പത്തിക സർവേയിൽ ഊന്നിപ്പറയുന്ന മുരടിപ്പിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായി വന്നു ചേർന്ന ഒരു കെടുതിയായി സമർത്ഥിക്കുന്നത് ആ നവംബർ 8 ആ രാത്രിയിലുണ്ടായ നോട്ട് നിരോധനം എന്ന പ്രക്രിയ. അതിനെ എത്രമാത്രം, കാരണം ഇവിടുത്തെ നികുതി വരുമാനമാണ് കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ സർക്കാർ മുന്നോട്ട് വെച്ച ഒരുപക്ഷെ സാമ്പത്തിക ധനാഗമ മാർഗം, അതിന് വലിയൊരു വിലങ്ങുതടിയായി മാറി. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകങ്ങളിൽ ഇനിയൊരു കൈത്താങ്ങായി കേന്ദ്രത്തിൻ്റെ കൂടി വലിയൊരു പങ്കാളിത്തം തേടേണ്ടി വരുന്നൊരു സാഹചര്യമാണുള്ളത്. എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതീക്ഷിക്കുന്നു ഇത്തരം വിമർശനങ്ങളെയും ഒപ്പം തന്നെ വരാൻ പോകുന്ന ബഡ്ജറ്റിൻ്റെ മുഖമുദ്ര സൂചകങ്ങൾ അനുസരിച്ച് താങ്കൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ശ്രീ KVS ഹരിദാസ്. പ്രതീക്ഷേ, ഈ ഡിമോണൈറ്റൈസേഷന് ശേഷം സർവത്ര കുഴപ്പമാണെന്നുള്ള വാദഗതികൾ ഏതാണ്ട് പരസ്യമായിട്ട് തള്ളുന്നതാണ് GDP സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രഖ്യാപനം. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 7% എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രഡിക്ഷൻസാണ് പലരും നടത്തിയിരുന്നത് നമുക്കറിയാം. മൻമോഹൻ സിംഗിൻ്റെ രാജ്യസഭയിലെ പ്രസംഗം തന്നെ വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. നമ്മൾ ലോകത്തെ തന്നെ ഒരു വലിയ സാമ്പത്തിക വിദഗ്ധനായിട്ടാണ് മൻമോഹൻ സിംഗിനെ കാണാറുള്ളത്. അദ്ദേഹം അന്ന് അവിടെ നടത്തിയ നിരീക്ഷണങ്ങൾ ശരിക്കും നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പിന്തുണച്ചവരെ പോലും രണ്ടാമതൊന്ന് പുനർചിന്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. കാരണം ഗവൺമെൻറ് പുറത്തുവിട്ട അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് അഗ്രികൾച്ചർ സെക്ടറിൽ കഴിഞ്ഞ ക്വാർട്ടർ 2 3.8% ആയിരുന്നു ഗ്രോത്തെങ്കിൽ ക്വാർട്ടർ 3 അത് 6% ആണ്. മൈനിങ്, കോറിങ് പോലുള്ള മേഖലകളിൽ -1.3 ആയിരുന്നുവെങ്കിൽ 7.5 ആയിട്ട് വർദ്ധിച്ചു. മാനുഫാക്ചറിങ് സെക്ടറാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നത് മോശമാണ്, തകർന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത്. അവിടെ 6.9 ആയിരുന്നു ക്വാർട്ടർ 2-ലെങ്കിൽ ക്വാർട്ടർ 3 അത് 8.3% ആയി. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ പോലുള്ള മേഖലകളിൽ 3.8 ആയിരുന്നത് 6.8 ആയി. ട്രേഡ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ട് ഞാൻ ഒരു ഊന്നൽ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു മേഖല അതാണ്. കാരണം ട്രേഡ്, വ്യാപാര, വാണിജ്യ, അതുപോലെ തന്നെ ടൂറിസം പോലുള്ള മേഖലകളിൽ ആകെ തകർന്ന് തരിപ്പണമായി എന്നുള്ള വാദഗതിയാണ് പൊതുവെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. അവിടെ 6.9 ആയിരുന്നു ക്വാർട്ടർ 2-ലെങ്കിൽ ക്വാർട്ടർ 3 ദറ്റ് ഹാസ് കം ടു 7.2%. അതുപോലെ ഡിഫൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള മേഖലകളിലും ഉന്നതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഈ കഴിഞ്ഞ 3 മാസം, അതായത് ഡിമോണൈറ്റൈസേഷന് ശേഷമുള്ള 3 മാസത്തിൽ വളർച്ചയുണ്ടായി, വികാസമുണ്ടായി, കൂടുതൽ ശ്രീ KVS ഹരിദാസ്, കേരളത്തിന്റെ ആഭ്യന്തര സാഹചര്യങ്ങളെ പ്രതികൂലമായി, കാരണം ഇവിടെ സ്റ്റാമ്പ് നികുതി വരുമാനത്തിൽ നിന്നും പ്രതീക്ഷിച്ചതുണ്ടായില്ല, അവിടെ സ്തംഭനമുണ്ടാകുന്നു, റിയൽ എസ്റ്റേറ്റ് മേഖല തകരുന്നു, മോട്ടോർ വാഹന നികുതി, ഇതൊക്കെ പറയുന്നത് വെറും ഒരുപക്ഷെ നിരീക്ഷണമില്ലാതെ കണ്ടെത്തുന്ന സാമ്പത്തിക അല്ലെങ്കിൽ ന്യായീകരണങ്ങളായി എങ്ങനെ മാറും? ശ്രീ KVS ഹരിദാസ്. KVS മടങ്ങിയെത്താം, ഞാൻ താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ ധനമന്ത്രി ഡോക്ടർ ഐസക് അദ്ദേഹം കോപ്പി, ഈ ബജറ്റിന്റെ കോപ്പി അദ്ദേഹം അച്ചടി വകുപ്പിൽ നിന്നും ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. തത്സമയ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ബജറ്റ്, LDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്, അത് ഔദ്യോഗികമായി തന്നെ അച്ചടി വകുപ്പിൽ നിന്നും സ്വീകരിക്കുന്നു. ഇനി 8:15 അദ്ദേഹം നിയമസഭയിലേക്ക് പുറപ്പെടാൻ പോകുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നു.
യെസ്, ചോദിച്ചോ. ഊവ് ഏറ്റവും അവസാനത്തെ ഒരുക്കം അച്ചടിച്ച് വായിക്കാനുള്ള പുസ്തകം കിട്ടുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് കണക്ക് മാത്രം, ശുദ്ധ കണക്കുകൾ മാത്രം 27 ഡോക്യുമെൻറ്റ്സ്. അതിൻ്റെ അച്ചടിയെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയായി നിയമസഭാ ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റ് പ്രസംഗം, ബഡ്ജറ്റ് ഇൻ ബ്രീഫ്, ഇടക്കാല ഫിസ്ക്കൽ നയത്തെക്കുറിച്ചുള്ള രേഖ, പിന്നെ ഈ വർഷം പുതുതായിട്ട് ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ്, അവയുടെ അച്ചടിയും പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ളിലേക്ക് എനിക്കിപ്പോൾ കിടക്കാൻ വയ്യ, അതുകൊണ്ട് എല്ലാം തയ്യാറായി. നിശ്ചയമായിട്ട് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാനായിരിക്കും എപ്പോഴും ശ്രമിക്കാം. ഒരു തടസ്സമുണ്ട്, വേണ്ടത്ര പണമില്ല എന്നുള്ളത്. പക്ഷേ പണമില്ലെന്ന് പറഞ്ഞിരിക്കാനല്ല തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ നാളെ പണമുണ്ടാവും എന്നുള്ള അനുമാനത്തിൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുക. പിന്നല്ല, അയ്യോ ഞാൻ വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോകുകയായിരുന്നു. ഒരു സംശയവും വേണ്ട, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിക്ഷേപത്തിൽ വലിയ തോതിൽ ഊന്നുന്ന, അതേസമയം പുതുതായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന, ഉദാഹരണത്തിന് കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ജനകീയ വികസന പ്രസ്ഥാനങ്ങൾ, മിഷനുകളും ജനകീയ ആസൂത്രണവും, അവയെ സംബന്ധിച്ചിട്ടുള്ള നിയമസഭയിൽ സമഗ്രമായിട്ടുള്ള ഒരു പണപിന്തുണയോടുകൂടിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഈ ബഡ്ജറ്റ്. എന്തോ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ നോക്കും, ഞങ്ങൾ പറഞ്ഞതിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ട്. ഇത് പല സ്ഥലത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് നിശ്ചയമായിട്ടപ്പോൾ പോയി ഇത് പോരാ, ഇതിങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് പറയാനായിട്ട്. അങ്ങനെയുള്ളൊരു സ്വയം പരിശോധന, ഒരു സ്വയം വിമർശനവും കൂടിയാണ്. എങ്കിലും ഇന്ന് കേരളത്തിലെ സ്ത്രീകളെയും കേരള സമൂഹത്തെയും ഏറ്റവും അധികം ഭരിക്കുന്ന ഒരു പ്രശ്നം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ്. അപ്പം അതിനെതിരായിട്ട് പ്രതിരോധം തീർക്കുന്നതിന് വാചകത്തിൽ മാത്രമല്ല പണത്തിൻ്റെ പിന്തുണ കൂടിയുണ്ട് എന്ന് ഈ ബഡ്ജറ്റ് ഉറപ്പ് നൽകും. പദ്ധതി നടത്തിപ്പിൽ പോരായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വർഷത്തെ നോട്ട് നിരോധനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വന്നപ്പോഴത്തേനും നമുക്ക് മെയ് മാസം അവസാനമായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ നോട്ട് റദ്ദാക്കൽ വന്നത്. ഇത് രണ്ടും പദ്ധതി നടത്തിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പണമൊന്നും ലാപ്സാവില്ല. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി പണം ചെലവഴിക്കാൻ നോക്കണ്ട. അവരുടെ പണം അടുത്ത വർഷത്തേക്ക് പൂർണ്ണമായിട്ടും ക്യാരി ഓവർ ചെയ്യാൻ അനുവദിക്കും. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭരണാനുമതി നൽകിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിനും പണം എടുത്ത് മാറ്റിയിടേണ്ട ആവശ്യമില്ല. ആ പണം അവരുടെ പേരിൽ തന്നെ ട്രഷറിയിൽ സൂക്ഷിക്കുന്നതാണ്. എന്തോ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാമെന്ന് പറയുമ്പോൾ ഇന്ന് സമാശ്വാസം കൊടുക്കലാണ്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ അടങ്കൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കലാണ്. അത് ഈ ബഡ്ജറ്റിലുണ്ടാകും. രണ്ടാമത്തേത് വരൾച്ചയാണ്. വരൾച്ചയ്ക്ക് ഇന്നിപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ വരൾച്ചയുടെ സന്ദർഭം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നമ്മൾ നേരിടുന്ന അപകടത്തെക്കുറിച്ച് വലിയ ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട, ജലം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഈ വരൾച്ച ഒരു ഈ അപകടം നമുക്കൊരു സാധ്യതയായിട്ട് പ്രയോജനപ്പെടുത്തണം. കേരളത്തിലെ കുളങ്ങൾ, തോടുകൾ, ജലാശയങ്ങൾ ഇവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തന കാലഘട്ടമായിട്ട് ഈ വരൾച്ചയുടെ കാലം മാറ്റണം. അതിനുള്ള ബഡ്ജറ്റ് പിന്തുണ ഉണ്ടാകും. സാറേ, ബജറ്റ് പൂർത്തിയായി കഴിഞ്ഞല്ലോ. ആരെയായിരിക്കും ഈ ബജറ്റ്, ആർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്നാണ് താങ്കൾ കരുതുന്നത്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുന്നത്. അവരുടെ പെൻഷൻ, അവരുടെ ആരോഗ്യ
അവർ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ വരുന്നത്. പക്ഷെ അതോടൊപ്പം അതുമാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ബഡ്ജറ്റിൽ ഇതൊക്കെ കൂടുതൽ പണം നീക്കി വെക്കുമ്പോൾ ബാക്കിയുള്ളതിന് പണം വേണ്ടത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബഡ്ജറ്റിന് പുറത്ത് കഴിഞ്ഞോണത്തെ പോലെ അതും നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കിഫ്ബി അല്ലാതെ ഇന്നും വേറൊരു മാർഗമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് കിഫ്ബി അല്ലാതെ നേരിട്ട് ഒരു പ്രൊജക്റ്റ്, ഒരു തീരദേശ ഹൈവേ ആരംഭിക്കുന്നു, നമുക്കതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്ത് അതിന് പണം കണ്ടെത്താൻ പറ്റും, അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് മെട്രോപൊളിറ്റൻ വാട്ടർ സംവിധാനം ജർമ്മൻ സഹായം മേടിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്നും ചർച്ച ചെയ്ത് പണം മേടിക്കുന്നതിന് ഒരു വർഷം, ചിലപ്പോൾ 2 വർഷമൊക്കെ എടുക്കും. വലിപ്പം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അവരുടെ നിബന്ധനകളുണ്ട്, പിന്നെ കൺസൾട്ടൻറ്റിങ് ഏജൻസികൾ വരും, ഇതൊക്കെയുണ്ട്. എന്നാൽ കിഫ്ബി ആകുമ്പോൾ ഇതിൽ പ്രാഗൽഭ്യം, ഇങ്ങനെ കടം മേടിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരു പൊതുമേഖല ഏജൻസി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരെല്ലാവർക്കും വേണ്ടി കടം മേടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി ആ കിഫ്ബിയുടെ മുൻകൈ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2017-18 എന്ന് പറയുന്നത് പൊതുമേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വർഷമായിരിക്കുന്നത് സംശയം വേണ്ട. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം KSRTC അടക്കം പുനരുദ്ധരിക്കുന്നതിനും ലാഭകരമാക്കി മാറ്റുന്നതിനും പ്രവർത്തന ലാഭത്തിനെങ്കിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ടുള്ള പരിപാടി ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കും. ഈ പറഞ്ഞ 4-5 കഴിഞ്ഞ തവണത്തെ ജനകീയ ആസൂത്രണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസൂത്രണത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനങ്ങളെ ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. ഈ ആസൂത്രണം എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കാനാണ് ജനങ്ങളുടെ യോഗങ്ങളൊക്കെ ചേർന്നിരുന്നത്. ഇനിയിപ്പോൾ വീണ്ടും അതുപോലെ യോഗങ്ങൾ ചേരാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ മിഷനുകളുടെ വിഷയങ്ങൾ ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജൈവം, ജൈവ പച്ചക്കറി, ജലസംരക്ഷണം, പാർപ്പിടം, ഈ മേഖലകൾ എങ്ങനെ നിർവഹണം നടത്താം ജനകീയമായിട്ട് എന്നുള്ളതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും. താങ്ക് യു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ബജറ്റിന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ മുഖമുദ്ര സൂചിപ്പിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ജനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത ബജറ്റ് തന്നെയായിരിക്കും അവതരിപ്പിക്കാൻ പോവുക. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, വിലക്കയറ്റം തടയുക, ഒപ്പം തന്നെ സാമ്പത്തിക ഏകീകരണം, താളം തെറ്റിയ സമ്പദ്ഘടനയ്ക്ക് കൈത്താങ്ങായിട്ടുള്ള നിക്ഷേപത്തിൽ ഊന്നിയ പദ്ധതികളൊക്കെയും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഡോക്ടർ മേരി ജോർജിലേക്കും ഡോക്ടർ കെൻഗാദിലേക്കും വരുന്നതിന് മുമ്പ് ഡോക്ടർ ഇപ്പോൾ കോഴിക്കോട് നിന്നും അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു KPC ജനറൽ സെക്രട്ടറി ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബു, ഈ ജനകീയ മുഖം നിക്ഷേപത്തിൽ ഊന്നി പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിക്കണം. കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കും അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം. ഇതൊക്കെ പറയുമ്പോഴും സമ്പദ്ഘടനയെ താളം തെറ്റലിന് ഏറ്റവും നിർണായകമായി എടുത്ത പല നയതീരുമാനങ്ങളും ഒക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പ്രതികൂല ഘടകങ്ങളായി വരുന്നു എന്ന് ധനമന്ത്രി പറയുകയും ചെയ്യുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു ഇന്ന് വരാൻ പോകുന്ന ബഡ്ജറ്റിനെ? പ്രതീക്ഷ ധനമന്ത്രി പ്രകടിപ്പിക്കുമ്പോഴും പണം എവിടെ, അതെങ്ങനെ, വിഭവ സമാഹരണം എങ്ങനെ, ഒപ്പം മൂലധന നിക്ഷേപത്തിലൊക്കെയുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിന്റെ മുഖമുദ്ര എങ്ങനെയായിരിക്കും? ശ്രീ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ബജറ്റിനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തെളിവിലിരിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് എത്രയോ സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ശ്രീ തോമസ് ഐസക്കിന് തന്നെ അതൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പൊതു ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്കൊട്ടും പ്രതീക്ഷയില്ല. പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം, പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ നടന്നേക്കാം. പക്ഷെ പ്രഖ്യാപനങ്ങൾ വന്നിട്ട് ആ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് പ്രായോഗികമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിനനുകൂലമായ സാമ്പത്തിക പശ്ചാത്തലം ഇന്ത്യ രാജ്യത്തുണ്ടാകണം. കേരളത്തിൽ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ, നമ്മളൊരു ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ
സമ്മിശ്രമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൻ്റെ മാത്രം കൈകാര്യം ചെയ്യുന്നതും സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നതും കൺകറന്റ് ലിസ്റ്റുമായി ഭരണഘടന 3 തരത്തിൽ അധികാര വികേന്ദ്രീകരണം നടത്തിയ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇപ്പോൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ മുഴുവൻ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് എനിക്ക് പ്രായോഗിക തലത്തിൽ അല്പം പോലും പ്രതീക്ഷ ഈ നാട്ടിലെ പാവപ്പെട്ടവർ ആശ്വാസം നൽകുന്ന രൂപത്തിലുള്ള ഒരു ബജറ്റിൻ്റെ അന്തിമത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ പോലും. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. അതാണ് ഡോക്ടർ മേരി ജോർജ് കെ വി എസ് ഹരിദാസ് പറയുന്നത്. കാരണം ആ GDP അല്ലെങ്കിൽ GDP-യിലെ ആ ഒരു വേരിയേഷൻസ് ഒക്കെ പ്രതീക്ഷയ്ക്ക് ഒത്തതാണ്. അതാണ് ഈ പറയുന്ന മുൻ സർക്കാരുകളൊക്കെ തന്നെ GDP-യുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വേരിയേഷനെ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിനൊത്ത് ആഭ്യന്തരമായ ഘടകങ്ങൾ പ്രതികൂല സാഹചര്യത്തിലേക്ക് വന്നതിൽ ഈ എടുത്ത കേന്ദ്രത്തിൻ്റെ ഈ നയതീരുമാനം പ്രതിഫലിപ്പിച്ചിട്ടില്ലേ? കാരണം ഒരു പ്രതികൂലമായി ച്ചിട്ടില്ലേ? അതാണ് ഡോക്ടർ ഐസക് പ്രധാന കാരണമായി നിരത്തുന്നത്. അതൊരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു മുൻവിധിയായി നമുക്ക് കാണാൻ കഴിയുമോ അതിനെ മാത്രമായി? തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം മോണിറ്റൈസേഷനോട് എനിക്ക് എതിർപ്പില്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തില്ല. പക്ഷേ അത് വരുത്തിവെച്ച പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായില്ല. ഹ്രസ്വകാലത്ത് അത് വരുത്തിവെച്ച പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങൾ ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം തന്നെയാണ്. ഇവിടെ കുഴൽപ്പണവും ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം 25 ലക്ഷത്തോളം തൊഴിലാളികൾ ഗൾഫ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നു. അവരിൽ പലരും, അതായത് എല്ലാ വ്യക്തികൾക്കുമുണ്ട് 4 പൈസ എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സർക്കാരിന് കൊടുക്കാതെ എങ്ങനെ സ്വന്തം പോക്കറ്റിലാക്കാമെന്ന്. അങ്ങനെയാണ് കുഴൽപ്പണം വന്നു ചേരുന്നത്. അതുമാത്രവുമല്ല, ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ജനഹിതായ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല പലപ്പോഴും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സർക്കാരിന് പണം കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടതുപോലെ റോഡും പാലവും മറ്റ് സൗകര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയരുന്നില്ല, ആരോഗ്യ മേഖലയുടെ ഗുണനിലവാരം ഉയരുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വിമർശങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും ജനം വിചാരിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ കൊടുക്കണം എന്ന് വിചാരിച്ചത് കുഴൽപ്പണമായിട്ട് വരുന്നു. അപ്പം അങ്ങനെ ഈ കുഴൽപ്പണമൊക്കെ ഇവിടെ വന്നാൽ എവിടേക്ക് പോകുന്നു? ഇവിടെ അത് ഭൂമിയിലായിട്ട് സ്വർണത്തിലായിട്ടൊക്കെ പോവുക ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം മേഖലയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളപ്പണത്തോട് അഴിമതിയോട് ഒക്കെ ശക്തമായി പ്രതികരിക്കലായിരുന്നു ഡിമോണിറ്റൈസേഷൻ. അത് തീർച്ചയായിട്ടും കേരളത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ മേഖലയിൽ 17% ഇടിവാണ് രജിസ്ട്രേഷനിലുണ്ടായത്, വരുമാനത്തിലുണ്ടായത്. അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതിനകത്ത് 10% പിന്നെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്കറിയാം, അതായത് വിനോദസഞ്ചാര മേഖല ഏറ്റവും കൂടുതലായിട്ട് ഡിമോണിറ്റൈസേഷനും അതോടൊപ്പം തന്നെ മദ്യ നിരോധനം, ഇത് രണ്ടും കൂടി ചേർന്ന് കശക്കി എറിഞ്ഞ ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത്. അപ്പം വിനോദസഞ്ചാരത്തിലൂന്നി, അതായത് കേരളത്തിലെ ഒരു കാറ്റലിസ്റ്റ് വികസനത്തിൻ്റെ ഒരു രാസാത്വരകമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് വിനോദസഞ്ചാര മേഖല. അത്തരം ഒരു മേഖലയിൽ ഭയങ്കരമായ ഇടിവുണ്ടാവുക. അതുപോലെ ഭൂമി രജിസ്ട്രേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഈ പറയപ്പെട്ട കുഴൽപ്പണമൊക്കെ വന്നു പതിക്കുന്നത് ഭൂമി രജിസ്ട്രേഷനിലാണ്. അപ്പം ആ പണത്തിനൊന്നും ഇവിടെ വന്ന് കുടിയേറാൻ പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷനൊക്കെ ഒരുപാട്. ഡോക്ടർ മേരി ജോർജ് ഒക്കെ എനിക്കിപ്പോഴും ഉണ്ട് ഈ ചർച്ച. ഈ ഡിമോണിറ്റൈസേഷൻ ഉണ്ടാകുന്ന പിറ്റേ ദിവസം രാവിലെ ഇതേ ചർച്ചയിൽ നമ്മൾ ഇവിടെ നിന്നാണ് അഭിപ്രായങ്ങൾ തേടി. ഡോക്ടർ മേരി ജോർജ് ഒക്കെ ആ ചർച്ചയിൽ പറഞ്ഞത് കാരണം ഒരു നയപരമായി അംഗീകരിക്കാവുന്ന വലിയൊരു തീരുമാനം, ഇച്ഛാശക്തിയുള്ള തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സംസ്ഥാനം, കാരണം കേരളം പോലെ നിരവധി സംസ്ഥാനങ്ങളുണ്ട്, ഈ കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു പ്രതികൂലാവസ്ഥ സൃഷ്ടിച്ചു. കഴിഞ്ഞ നികുതി വരുമാനത്തിൽ ലക്ഷ്യം വെച്ച നികുതി വരുമാനം നടപ്പായിട്ടില്ല. അവിടെ സൂചിപ്പിച്ചത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ആ വരുമാനം പ്രതീക്ഷിച്ചത് ഇടിഞ്ഞു, റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു. ഇത്തരം കാരണങ്ങൾ നിരത്തുമ്പോൾ ദേശീയ ശരാശരിയെ ഉയർത്തിക്കാട്ടുന്ന ഈ ഒരു നിലപാട്, ശ്രീ KVS പറഞ്ഞ ആ ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയാവുന്നതാണോ? കണക്കുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ധനമന്ത്രി ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇതൊരു ഉപാധി, ഒരു ന്യായീകരണമായി മാത്രം നമ്മൾ പറയുന്നു എന്ന് വിലയിരുത്താൻ കഴിയുമോ? ശ്രീ KVS ഹരിദാസ് ഇവിടെ പറഞ്ഞത് പിന്നെ ദേശീയ വരുമാനത്തിൽ ഉണ്ടായ വളർച്ചയെ സംബന്ധിച്ചാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത്. അതിലെ വിവിധ ഘടകങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്.
അങ്ങനെ പറഞ്ഞത് ഈ നോട്ട് നിരോധനത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ആ കണക്കുകളെല്ലാം ഉദ്ധരിച്ചെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ റിസർവ് ബാങ്ക്. ആ റിസർവ് ബാങ്കിൻ്റെ വിശ്വസനീയത ഏറ്റവും താഴെത്തട്ടിൽ പതിച്ച സന്ദർഭമായിരുന്നു ഈ നോട്ട് നിരോധന അവസരം. അതേപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സെൻട്രൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അതായത് ദേശീയ വരുമാനം സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ വിശ്വസനീയതയും ഇന്നിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം സർക്കാർ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് സ്വീകരിച്ചു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം വളരെ ശരിയായിരുന്നു. അതൊരു കാര്യം. 2, നോട്ട് നിരോധനം കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊരു രണ്ടാമത്തെ കാര്യം. അതിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടിയാണ് ഈ സെൻട്രൽ CSOയുടെ കണക്ക് ഉദ്ധരിക്കുന്നത്. 7% വളർച്ച നിരക്ക് നേടിയെന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ CSO പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ കൈ പിടിച്ച് ഞെരിച്ച് 7% എന്ന് എഴുതിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ ആക്ഷേപിക്കുകയാണ്. കാരണം ഈ നോട്ട് നിരോധനം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ദേശീയ വരുമാനത്തിൽ യാതൊരു ചാഞ്ചല്യം ഉണ്ടാക്കിയിട്ടില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. തികഞ്ഞ വൈരുദ്ധ്യമാണ്. അതെ, അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കേവലം പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്നതിനപ്പുറം ഇതിന് ഒരു പ്രാധാന്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ KVS, അങ്ങനെയാണോ? കാരണം ഉർജിത് പട്ടേൽ പ്രകടിപ്പിച്ച കാരണം ഒരു റെക്ടിഫിക്കേഷനിലേക്ക് വരാൻ മാസങ്ങളെടുക്കും. അദ്ദേഹം പോലും പറയാതെ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരടക്കം സാമ്പത്തിക വിദഗ്ധരൊക്കെ പ്രകടിപ്പിക്കുന്ന ആശങ്കയ്ക്കൊപ്പം റിസർവ് ബാങ്ക് ഗവർണറൊക്കെ തന്നെ പറയാതെ കാര്യങ്ങളെ പറയുമ്പോഴും ഇത്തരം കണക്കുകൾ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് കേവലം അതിൻ്റെ അല്ലെങ്കിൽ തെറ്റായ നയങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. പ്രതീക്ഷ, ഇത് ഈ ഡിമോണൈറ്റൈസേഷൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു ആക്ഷേപമാണത്. കാരണം എല്ലാ മേഖലയിലും നരേന്ദ്രമോദി കൈവച്ചിരിക്കുന്നു. എല്ലാ സ്ഥാപനങ്ങളുടെയും സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിരിക്കുന്നു. എല്ലാം അദ്ദേഹം തന്നെ നിയന്ത്രിക്കുന്നു. ഇത്തരം ഒരു ആക്ഷേപം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ഈ GDP ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് മാത്രമല്ല പറയുന്നത്. വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് വിൽ കംസ് ടു 7.1%. അത് 8 ചിലപ്പോൾ, പക്ഷേ 7.1 അത് എത്തുമെന്ന് വേൾഡ് ബാങ്ക് പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള വിഷമങ്ങൾ അത് നമ്മൾ കാരണം അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്? ഈ പദ്ധതിയോട് ഈ ഗവൺമെൻറ് മുന്നോട്ട് വച്ച ഈ പദ്ധതിയോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നത് പ്രധാനപ്പെട്ട ഘടകമല്ലേ? അതിനെ മോണിറ്റർ ചെയ്യാനുള്ള, അതിനെ വിലയിരുത്താനുള്ള വേദി ഏതാ? തെരഞ്ഞെടുപ്പാണ്. അവിടെ അത് കണക്കുകളുടെ കാര്യത്തിലേക്ക് ശ്രീ KVS ഹരിദാസ്, അത് ഒരുപക്ഷെ UPയിലോ അല്ലെങ്കിൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ നടന്ന തെരഞ്ഞെടുപ്പ് ഒരു അളവുകോലായി നമുക്ക് കാണാൻ കഴിയുമോ യാഥാർത്ഥ്യങ്ങളിലേക്ക്, കണക്കുകളിലേക്ക് വന്നാൽ? കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ മേരി ജോർജ് ആണ് നിങ്ങളെ ഒരു സാമ്പത്തിക വിദഗ്ധയായി ഈ പ്രഖ്യാപനത്തെ അനുകൂലിച്ച ഒരു വ്യക്തി. കാരണം നല്ലതാണ്, സതുദ്ദേശപരമായ തീരുമാനം. ഡോക്ടർ മേരി ജോർജിന്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് BJP എനിക്ക് തോന്നുന്നു നല്ല അർത്ഥത്തിൽ പ്രചരണം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഡോക്ടർ മേരി ജോർജിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധ നയത്തെ അംഗീകരിക്കുന്നു. ആ സാമ്പത്തിക വിദഗ്ധയ്ക്ക് പോലും ഇക്കാര്യത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് പറയണമെങ്കിൽ അത് കണക്കുകളാണ്. കേവലം ഒരു അളവുകോലായി അവിടെ UPയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പോ അങ്ങനെ കാണാൻ കഴിയുമോ ശ്രീ KVS? അല്ല പ്രതീക്ഷ, ഞാൻ പറഞ്ഞത് കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്, ഞാൻ സമ്മതിക്കുന്നു. കേരളത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശമ്പളം കൊടുക്കുന്ന പ്രശ്നം വന്നു. പല സംസ്ഥാനങ്ങളിലും അത് വലിയ പ്രതിസന്ധിയായില്ല, കേരളത്തിൽ പ്രതിസന്ധിയായി. പെൻഷൻ കൊടുക്കുന്ന പ്രശ്നം വന്നു. മറ്റു പല സംസ്ഥാനങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ സാധിച്ചു, കേരളത്തിൽ പ്രശ്നങ്ങളായി. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ പ്രതിസന്ധിയിലാണ്. ഇന്നിപ്പോൾ ഫ്ലാറ്റുകളുടെ കച്ചവടം നടക്കുന്നില്ല, സ്ഥലങ്ങളുടെ വിൽപ്പന നടക്കുന്നില്ല. അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്. ഞാനതൊക്കെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ
ടൂറിസം മേഖലയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ നോക്കുന്ന സമയത്ത് ടൂറിസം സെക്ടറിൽ മാറ്റങ്ങളുണ്ടായി. ഞാൻ പ്രതീക്ഷ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 പെൺകുട്ടികളെ കാണാനുണ്ടായി. അവർ പഠിക്കുന്നത് ടൂറിസം മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അവരുടെ ഒരു റിസർച്ച് പേപ്പറിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്ന കുട്ടികളാണ്. അവർ മൂന്നാറിൽ പോയിട്ട് വരുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അവർ പറയുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് മൂന്നാർ. മൂന്നാറിൽ ഈ ടൂറിസം സെക്ടറിനെ അല്ലെങ്കിൽ അവിടുത്തെ ഹോട്ടലുകളെ വളരെ കുറച്ച് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, അവിടുത്തെ ബുക്കിങ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ. പക്ഷെ അതേസമയത്ത് ആലപ്പുഴ വരുന്ന സമയത്ത് നമ്മുടെ കായലിൽ കിടക്കുന്ന ബോട്ടുകളെക്കുറിച്ചൊക്കെ ആക്ഷേപം, അവർക്ക് വേണ്ടത്ര ബുക്കിംഗ് കിട്ടുന്നില്ല, ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കേരളത്തിലെ ടൂറിസം സെക്ടറിനുണ്ടായ പോരായ്മയ്ക്ക് ഒരു കാരണം ഞാൻ കാണുന്നത് UDF ഗവൺമെൻറ് കാലത്തുണ്ടായ മദ്യനിരോധനവും മറ്റും തന്നെയാണ്. അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ വേറെയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. അതല്ലാതെ ഇതുകൊണ്ട് സർവത്ര അടിച്ചു പൊളിച്ച് എല്ലാം തകർന്ന് അങ്ങനെയുള്ള ആക്ഷേപമല്ല. ശ്രീ സുരേഷ് ബാബു, ഇനി ഇവിടെ ഈ ഡോക്ടർ തോമസ് ഐസക്കിന് മുന്നിലുള്ള വെല്ലുവിളികളായി വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം തേടുന്ന, കാരണം അവിടെ സാങ്കേതികത്വത്തിലോ കണക്കുകളോ ഒന്നുമല്ല ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവർ നൽകിയ ഭൂരിപക്ഷം, ഈ സർക്കാരിന് നൽകിയ ഭൂരിപക്ഷം ആ ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സാമ്പത്തിക ഏകീക അല്ലെങ്കിൽ താളപ്പിഴ പോലും ചൂണ്ടിക്കാട്ടി നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗമായി നൽകിയ ഒരു ഭൂരിപക്ഷ സർക്കാർ, ആ സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇന്ന് അവൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വിദ്യാഭ്യാസമടക്കം ഏറ്റവും പ്രധാനം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം, അതൊന്ന്, കുടിവെള്ള ലഭ്യത, അരി ഉൾപ്പെടെ ഒരു ജീവൽ പ്രശ്നമായി അവന് മാറുന്നു. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിലൊരു തിരുത്തൽ ഇവിടെ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ പ്രതീക്ഷിക്കാമോ? ഈ പറയുന്നതൊക്കെ തന്നെ തോമസ് ഐസക്കിന് സമർത്ഥിക്കാൻ കഴിയുമായിരിക്കും. ഡിമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയ പ്രതിഫലനങ്ങൾ, അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ, ജനങ്ങളുടെ ജീവൽ പ്രശ്നവുമായി വരുമ്പോൾ ഇതൊരു ന്യായീകരണമായി കരുതാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യം, സ്ത്രീ സുരക്ഷ, അതുകൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് എത്രത്തോളം ഈ സർക്കാരിനെ വരുത്താൻ കഴിയും? അതിന് ഈ കണക്കുകൾ ഒരു ന്യായീകരണമായി പറയാൻ കഴിയുമോ? ശ്രീ സുരേഷ് ബാബു. സോറി, ഇവിടെ ഇതിനകത്ത് ശ്രീ KVS ഹരിദാസ് വളരെ വ്യക്തമായി കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ നവംബർ 8 നടപ്പാക്കിയ ഡിമോണിറ്റൈസേഷൻ രാജ്യവ്യാപകമായ ഗുണഫലം പ്രതിഫലനം ചെയ്തിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ മുമ്പിലുള്ളത്, ഇന്ന് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിക്കുന്ന ബജറ്റ് ഇന്ന് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസം നൽകാൻ കഴിയുമോ? പ്രയാസം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ സംഭാവന മാത്രമല്ല, അതിൽ പ്രധാനമായ സംഭാവന നൽകിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങളും ഇതര സമീപനങ്ങളുമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഈ GDP ഗ്രോത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കോൺഗ്രസ് നേതാവ് ശ്രീമാൻ ആനന്ദ ശർമ്മ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സംശയാസ്പദമായ കണക്കുകളാണ്, ഒരു കാരണവശാലും ഈ ഒരു കണക്കിന് ആധികാരികത ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. അതിന് ഉദാഹരണങ്ങളും അദ്ദേഹം വന്നിട്ടുണ്ട്. വർത്തമാന പത്രങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിലൊക്കെ അതിനെ വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും വന്നിരിക്കുന്നു. ഞാൻ അതിവിടെ മുഴുവൻ എടുത്ത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ റിലവൻസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഇറക്കുമതിയും കയറ്റുമതിയും ബന്ധപ്പെട്ടിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ അടിസ്ഥാനപരമായി നമ്മൾ വിശകലനം ചെയ്യുക. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ കോടിക്കണക്കിന് ഉറുപ്പിക രാജ്യത്തിൻ്റെ ഖജനാവിനകത്തേക്ക് സംഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായ സാമ്പത്തിക ക്രമീകരണത്തെ എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വളർച്ചയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രീ KVS ഹരിദാസ് ശ്രമിച്ചാൽ അത് ജനങ്ങളിലേക്ക് പ്രതിഫലിക്കുന്നില്ല. അതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം നടപ്പിലുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. അവിടെ കിട്ടേണ്ടുന്ന അരി കൊടുക്കുന്നില്ല, എന്ത് കാരണം പറഞ്ഞാലും.
ഈ നാട്ടിലെ പൗരന്മാർക്ക് കിട്ടേണ്ട 12 ഔൺസ് റേഷൻ അരിക്ക് കേന്ദ്രം തരേണ്ടുന്ന അരി കേന്ദ്രം തരുന്നില്ല. വാങ്ങിച്ചു കൊണ്ടുവരുവാൻ സംസ്ഥാനം ശ്രമിക്കുന്നില്ല. രണ്ടും ഒരുപോലെ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് പരിഹരിക്കാൻ കഴിയുമോ? കുടിവെള്ളക്ഷാമത്തിൻ്റെ അകത്ത് എന്താണ് കിയോസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. ശാശ്വതമായ പരിഹാരത്തിൻ്റെ വഴിയെന്ത്? വിദ്യുത് ശക്തി ക്ഷാമം, അതിന് പരിഹാരത്തിന് വഴിയെന്ത്? തുടങ്ങി പാർപ്പിട പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാം സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഡോക്ടർ തോമസ് ഐസക് പരിശ്രമിക്കുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിശ്രമിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക സ്ഥിതി അതിനനുകൂലമല്ല. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. അവസാനമായി ഡോക്ടർ മേരി ജോർജ്, ഇവിടെ മുഖ്യ ഘടകമായി അദ്ദേഹം പറഞ്ഞു വന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊക്കെ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ സംശയം ജനിപ്പിക്കാവുന്ന ഘടകമാണ്. പക്ഷെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അത് തിരുത്തിയേ പറ്റൂ. അതിൽ ഒന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ടത് ഒരു അടിസ്ഥാന വിഷയമായി മാറുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എന്ത് പൊളിച്ചെഴുത്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കാരണം ഒരു വകുപ്പ് പോലും ഒരുപക്ഷെ വിഭാവനം ചെയ്തേക്കാമെന്ന സൂചനകളൊക്കെ തന്നെ കാലങ്ങളായി പറയുന്നുണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക്, സ്ത്രീകൾക്ക് വേണ്ടി. അതൊക്കെ ഇന്നത്തെ തലത്തിൽ, കാരണം അതിനൊക്കെ ഒരു സാമ്പത്തികമായി അതിനെ ചേർത്ത് വെക്കേണ്ടതുണ്ടോ? അത് പ്രതീക്ഷിക്കാമോ ഈ ബഡ്ജറ്റിലൂടെ? അതായത് LDF ഉം UDF ഉം ഭരിച്ച കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്ത് 1998 ആദ്യമായിട്ട് ഇവിടെ ജനറൽ ബഡ്ജറ്റ് എന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. അതിനുശേഷം UDF ഗവൺമെൻറ് വന്നപ്പോൾ അത് തമസ്കരിച്ചു. അങ്ങനെ ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല ഒരു ബഡ്ജറ്റിലും. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ജെൻഡർ ബഡ്ജറ്റ് ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തന്നെയുമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഒരു മുൻഗണന കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ എല്ലാ ഗവൺമെൻറ്റുകളും വെറും വായ്ത്താരിയായിട്ട് കൊണ്ടു നടന്നിരുന്നു ഈ കാലം ഇത്രയും. പക്ഷേ ഇനി ഇപ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം ഞങ്ങൾ സ്ത്രീകൾ സംഘടിച്ച് തന്നെ നിരത്തിലിറങ്ങും. സുരക്ഷ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അപ്പം തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ എൻ്റെ റിക്വസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു പോലീസ് സെല്ല് സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെയല്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു സ്ത്രീ സെല്ല്, പോലീസിൻ്റെ ഒരു സെല്ല് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. 15% സ്ത്രീകളെ കൂടുതലായിട്ട് അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, റിക്രൂട്ട് ചെയ്യുമെന്ന്. അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ 15% എന്നത് 15% നിർത്തേണ്ട കാര്യമില്ല. കാരണം ഇവിടെ സ്ത്രീയുടെ എന്താ പറയുക എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ 17%. അതേസമയത്ത് പുരുഷൻ്റെത് 57%. അതായത് കേരളത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്ര വലിയ അന്തരം വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 50% പോലീസ് വേണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 15% എന്നുള്ളത് കുറച്ചും കൂടി കൂട്ടാം. അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് സെല്ല് വരട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ സ്ത്രീകളുടെ ഒരു വകുപ്പ്, ആ സ്ത്രീകളിൽ ഞാൻ ഡെക്കാൻ ഹെറാൾഡിൽ എഴുതിയിട്ടുണ്ട്. ആ സ്ത്രീകളുടെ വകുപ്പിന് അധ്യക്ഷയായിട്ട് മന്ത്രിയായിട്ട് വരാവുന്ന 2 വനിതകളുടെ പേരുകൾ അതായത് ഒന്നുകിൽ വൃന്ദ കാരാട്ട് അല്ലെങ്കിൽ ഗീതാ ഗോപിനാഥ്. ഈ 2 പേരിൽ ആരെങ്കിലും അതിൻ്റെ തലപ്പത്ത് വന്നാലും നന്നായിരിക്കുമെന്ന് പോലെ ഞാൻ ഡെക്കാൻ ഹെറാൾഡിൽ മിനിങ്ങാന്ന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വനിതാ വകുപ്പ് അത് ഇലക്ഷൻ എന്താണ് പറയുക പ്രോമിസാണ്. ഇപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ബഡ്ജറ്റ് ഇപ്പോഴെങ്കിലും ആ വനിതാ വകുപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ അടുത്ത 4 വർഷങ്ങൾ കൊണ്ട് അത് ശക്തമായ രീതിയിൽ ഇവിടെ സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തക്ക രീതിയിൽ പ്രവർത്തിക്കൂ. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് വരട്ടെ. ആ ഒരു വകുപ്പ് വരികയാണെങ്കിൽ തന്നെ സ്ത്രീ സുരക്ഷ വളരെ കാര്യക്ഷമമായ രീതിയിൽ, ബൃന്ദാക്കാരായിട്ട് നമ്മുടെ മരുമകളാണ് കേരളത്തിൻ്റെ. അപ്പം അങ്ങനെ ഇരിക്കെ തീർച്ചയായിട്ടും അവരിവിടെ അതിൻ്റെ ഒരു മന്ത്രിയായിട്ട് വരികയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ അവർ ആ ജെൻഡർ ഇക്വിറ്റി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആ അതായത് ജെൻഡർ ബഡ്ജറ്റ്, ജെൻഡർ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്, അപ്പം ആ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് വഴിയായിട്ട് ഇതുവരെ ജെൻഡർ ബഡ്ജറ്റ് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അലോക്കേറ്റ് ചെയ്തിരുന്ന 5% വരെയായിരുന്നു ബഡ്ജറ്റിൻ്റെ. പക്ഷേ അതുകൂടാതെ ജെൻഡർ ബഡ്ജറ്റിന് അത്രയും മാറ്റിവെച്ചപ്പോൾ അതുകൂടാതെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് സ്ത്രീകളുടെ ഷെയർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ ഷെയർ ഓരോന്നിലും ഉള്ളത് അദ്ദേഹം എടുത്തു പറയുകയാണ്. അപ്പം നമുക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം
ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടേക്കാം. കാരണം 51.8% സ്ത്രീകളാണ് കേരളത്തിൽ. അങ്ങനെയാകുമ്പോൾ സ്ത്രീ ബജറ്റ് എന്ന് പറഞ്ഞ് 50% മാറ്റിവെക്കാൻ പറ്റുമോ? എല്ലാത്തിനും കൂടെ പരതിയാലും അങ്ങനെ കാണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്തായാലും ഒരു വിശകലനത്തിന് വിധേയമാക്കാവുന്ന ഒരു തലം അത് തന്നെ സൃഷ്ടിക്കുക. വളരെ എളുപ്പം ഒരു വിശകലനത്തിന് വിധേയമാക്കാം. എവിടെയൊക്കെ ഫോക്കസ് ഉണ്ട്, എവിടെ ആ പ്രയോറിറ്റി നോക്കുമ്പോൾ തന്നെ അദ്ദേഹം വനിതാ സുരക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എന്ത് കൊടുക്കുന്നു, വനിതകളുടെ അതായത് തൊഴിൽ നൈപുണ്യ വികസനത്തിന് ഒരു പക്ഷേ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടാകാം. അതുപോലെ സ്ത്രീകൾ അതായത് എഞ്ചിനീയറിംഗ് കോളേജ് മറ്റ് കോളേജുകൾ അതായത് പ്രൊഫഷണൽ കോളേജുകളിൽ 30% പെൺകുട്ടികളെ വരുന്നുള്ളൂ. അതേസമയത്ത് 70% ആൺകുട്ടികൾ. അതെന്താണ് കാണിക്കുന്നത്? കേരളത്തിൽ ആൺകുട്ടികളിൽ മൂലധന നിക്ഷേപം കൂടുതലാണ് പെൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ. അതിലും ഒരു ഇക്വാളിറ്റി വരേണ്ടതുണ്ട്. അതിന് അദ്ദേഹം എന്തെങ്കിലും സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവരുമോ പെൺകുട്ടികൾക്കായി? അതായത് പ്രൊഫഷണൽ കോളേജുകളിൽ പോയി പഠിക്കാൻ പ്രഗത്ഭരായ പെൺകുട്ടികളെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് വിടുകയും ആൺകുട്ടികൾ അത്ര തന്നെ പ്രാഗൽഭ്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും ആൺകുട്ടിയാണ് എന്ന കാരണം കൊണ്ട് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിൽ നിലനിൽക്കുന്നു. അത് ഇവിടുത്തെ സർവേകളാണ് കാണിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടാൽ മാത്രമേ ഈ ജെൻഡർ ഇക്വിറ്റി എന്നുള്ളത് സത്യസന്ധമായിട്ട് നടപ്പിലാക്കാൻ പറ്റൂ. അപ്പം അതിനൊക്കെയുള്ള മെഷേഴ്സ് ഈ ബജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും.